ഹായ് ഫ്രണ്ട്സ്, ഇവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി ഇതൊക്കെ വലിയ വില നൽകി വാങ്ങും. എന്നാൽ നമ്മുടെ പറമ്പിലും തോട്ടത്തിലും തൂപ്പിലുമൊക്കെയുള്ള പാവം മൾബറിയെക്കുറിച്ച് അറിയാമെങ്കിലും നമ്മളത് എടുക്കത്തില്ല, അതിനധികം വില നൽകാറുമില്ല. എന്നാൽ ഫൈബർ കണ്ടൻറ്റുകൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള, അതായത് പട്ടുനൂൽ പുഴുവിൻ്റെ പ്രിയ ആഹാരം മൾബറി, ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പം നമുക്കിത് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ അതെ, മൾബറിയുടെ ഇല വൃത്തിയായി കഴുകി ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ തോരൻ വെക്കാം. സാധാരണ തോരൻ വെക്കുന്ന പോലൊക്കെ തന്നെ, എന്നാലും പറയാം എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുനുകുന അരിഞ്ഞ ഒരു സവാള, ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2-3 കറിവേപ്പില തണ്ട്, അല്പം തേങ്ങാപ്പീര, 3 പച്ചമുളക്. അപ്പോൾ അതെ, നമ്മുടെ കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ജീരകം, ചെറിയ ജീരകം, കറിവേപ്പിലത്തുണ്ട്, അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക്, സവാള, നമ്മുടെ തേങ്ങാപ്പീര കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മൾബറിയുടെ ഇല 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ നമുക്കിതിലേക്കൊരു മുട്ട കൂടി ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചേർക്കുക. മുട്ട കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ രുചി അടിപൊളിയാകും. അപ്പം ഞാനെന്തായാലും ഒരു മുട്ട ചേർക്കുന്നുണ്ട്. ഇതിനെ നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മൾബറി തോരൻ തയ്യാറായിട്ടുണ്ട്. വളരെ രുചികരവും അതിലുപരി ആരോഗ്യപ്രദവുമായ ഈ ഒരു മൾബറി ഇലയുടെ തോരൻ നിങ്ങളും വെക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിസ്സാര കാര്യമാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ബൈ. ഇനി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.